മിടുക്കൻസ് ആൻഡ് മിടുക്കീസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ? ഇന്നലെ നമ്മൾ ഇട്ട ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 ആണ് കേട്ടോ ഇന്ന്. നാക്ക് വിളിക്കാനിപ്പോൾ. അപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ ഇത് റെക്കോർഡ് ചെയ്യണേ. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു അല്ലേ? കാപ്പി കുടിച്ച് ചേട്ടായി പണിയാനായിട്ട് പോയി. നമ്മൾ വീട് പണിയുന്നിടത്തോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീക്കിട്ട് വെക്കുകയാണ് കേട്ടോ. എൻ്റെയൊക്കെ അത്യാവശ്യം ലോങ് ഹെയർ ആണ്, പക്ഷേ ഉള്ളൊന്നും ഇല്ല കേട്ടോ, നീളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കെട്ടി ഒതുക്കി വെച്ചു. രാവിലെയും വൈകിട്ടും മുടി കെട്ടി വെക്കുകയാണെങ്കിൽ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഒരുമാതിരി തന്നെ കുറയും കേട്ടോ. ഞാനതാണ് ഡെയിലി ചെയ്യുന്നത്. വേറൊന്നും അങ്ങനെ മുടിയിൽ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ എന്നപ്പരയ്ക്കാവല്ലോ ഒന്ന് അടിച്ച് വാരുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ എനിക്കതൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഒത്തിരി സമയം കിട്ടിയില്ല. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരാളല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ വേഗം പെരയൊക്കെ ഒന്ന് അടിച്ച് വാരി. പിന്നെ ഞാൻ എല്ലാ മുറിയും അടിച്ച് വാരുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എല്ലാ മുറിയും അടിച്ചൊക്കെ വാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മുറിയും അടിച്ച് വാരുന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോവും, ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോവും. ഇപ്പോൾ തന്നെ 13 മിനിറ്റോളം ഉണ്ട് നമ്മുടെ വീഡിയോ. മാക്സിമം ഷോർട്ടാക്കാനായിട്ട് ഞാൻ നോക്കുന്നതാണ്, പക്ഷേ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ ആയിപ്പോവും. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പെരയൊക്കെ അടിച്ച് വാരി കേട്ടോ. എല്ലാ മുറിയും അടിച്ചൊക്കെ വാരി അടുക്കിപ്പെറുക്കി വെക്കാനുള്ളതൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചു. വെറുതെയാണ് ഒരു കുഞ്ഞിപ്പണി എഴുന്നേക്കുന്നതോടെ വരെ ഇച്ചിരി നേരമൊക്കെ നീറ്റായിട്ട് കിടക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പണ്ടത്തെ പിന്നത്തേന്ന് പറയുന്ന പോലെ ആവും കേട്ടോ. അവിടെ എല്ലാ സാധനവും എടുത്ത് ഇപ്പോൾ കസാരയൊക്കെ നീക്കിക്കൊണ്ട് പോകാനായിട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുക്കി വെച്ചേക്കുന്ന സാധനമാണെങ്കിലും പോയി എടുത്തങ്ങ് നേരത്തും. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനായിട്ടുണ്ടായിരുന്നു. ഓണത്തിന് കൊണ്ടുപോയതൊക്കെ പശുമുക്കിയിട്ടതും ഒക്കെ അങ്ങനെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി അലമാരിക്കകത്ത് എടുത്ത് വെച്ചു കേട്ടോ. ഓണത്തിന് സെറ്റ് മുണ്ടും പോട്ടെ, അഞ്ജനക്കുട്ടീനെ മലയാളി മങ്കി ആക്കാനായിട്ട് ഉടുപ്പിച്ച സെറ്റ് മുണ്ടിൻ്റെ പകുതിയും, പിന്നെ ചേട്ടായി ഓണത്തിന് പള്ളിയിൽ കൊടുത്തുകൊണ്ടുപോയ മുണ്ടും എൻ്റെ സെറ്റ് സാരിയും, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പശയൊക്കെ മുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വെയിലായിരുന്നു 2-3 ദിവസത്തേക്ക്. അപ്പോൾ വെയിലത്തൊക്കെ ഇട്ട് ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ തുണി മണക്കാറുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മടക്കി പെറുക്കി അടുക്കി ഒതുക്കി വെച്ചേ. അതിനുശേഷം പിന്നെ ഞാൻ ഇത്ര ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സമയമായി കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തു, കുറേ നാൾ കൂടി ചെയ്യുന്നതല്ലേ. അപ്പോൾ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടായും കൂടി ഒരുമിച്ചിരുന്ന് ചോറുണ്ടേ. അപ്പോൾ ചേട്ടായിക്ക് വീഡിയോയുടെ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ചേട്ടായി വരുന്നതൊന്നും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടായി വേഗം തന്നെ ഒത്തിരി നേരം ഒന്നിരുന്ന് വർത്താനം പറയാനൊന്നും പറ്റില്ല കേട്ടോ. പണിക്കാറുള്ളത് കൊണ്ട് അവർ ഫുഡ് കഴിച്ചിട്ട് അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമല്ലോ. അതുപോലെ തന്നെ ചേട്ടായി കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചേട്ടായി പോയി. നമുക്കൊന്ന് ചോറിന് മീൻകറിയും ഒരു ചെറിയ തോരനും, പിന്നെ നമ്മുടെ വെള്ളരി ചോറ് രാവിലെ ഞാൻ വെക്കുന്ന കണ്ടില്ലായിരുന്നോ, അതുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി പെറുക്കി വെച്ചു. എവിടെ നിന്നാണ് ഈ പാത്രം വരുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോൾ പാത്രം കഴുകാനായിട്ടാണെങ്കിലും ഒരു ഇന്നത് കാണുമായിരിക്കും. പാത്രം കഴുകി പെടുത്തു. എല്ലാ വീട്ടിലും ഇത് തന്നെ ആയിരിക്കില്ലേ അവസ്ഥ. പാത്രം കഴുകാൻ എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ പാത്രം കഴുകാൻ നേരത്ത് സിങ്ക് നിറച്ചും പാത്രം ഉണ്ടാവും. അങ്ങനെ കുറേ പാത്രമൊക്കെ കഴുകി പെറുക്കി വെച്ചു. പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ അടിച്ച് വാരി നീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അഞ്ജനക്കുട്ടി വരുമല്ലോ. അഞ്ജനക്കുട്ടിക്ക് സ്കൂളിൽ പോയിട്ട് വന്നാൽ ഭയങ്കര വിശപ്പാണ് കേട്ടോ. അഞ്ജനക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വേണം. വിശക്കും അമ്മേന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. കൈ കഴുകി വരുന്നു, കൈ കഴുകുന്നു, കഴിക്കാനുള്ളത് കഴിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ അഞ്ജനക്കുട്ടി. അപ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അടിച്ചു വാരി ഇട്ടിട്ട് വേണം ഈ അഞ്ജനക്കുട്ടിക്കുള്ള കാപ്പി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഞാനിതിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കി, പക്ഷേ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ആയിരിക്കും കുറേയൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറേ ലോങ് ആയിട്ട് പോയത്. പിന്നെന്താ, പാത്രമൊക്കെ ഏകദേശം കഴുകി തീരാറായെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ നോക്കിയിട്ട്. കുറേയൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ലോഷൻ, ഞാനിവിടെ ലോഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പാത്രമൊക്കെ കഴുകുന്നത്. സോപ്പല്ല, എനിക്ക് മറ്റേ എക്സോയുടെ സോപ്പ് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ള പാണ്ട് പോലെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നും.
അതുകൊണ്ട് ഞാനിവിടെ ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ ലോഷൻ ഇട്ട് കഴുകുകയാണെങ്കിൽ നല്ല പളപളാന്ന് തിളങ്ങും കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് ലോഷനാണ് ഞാൻ ഈ ലോഷൻ എത്രയോ 170 രൂപയും കണ്ടാന്ന് തോന്നുന്നു 5 ലിറ്ററിന്. അതൊക്കെട്ടാണ് കേട്ടോ മേടിക്കുന്നത്. ഞാൻ തുണി വാഷ് ചെയ്യുന്നതും ഇതേ സെയിം ലോഷൻ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ പാത്രം കഴുകുന്നതും ഈ ലോഷൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പാത്രം കഴുകും. നല്ല പതയാണ് കേട്ടോ ഈ ലോഷൻ. അതുപോലെ നല്ലൊരു സ്മെല്ലുണ്ട്. നാരങ്ങയുടെ സ്മെല്ലല്ല, നാരങ്ങയുടെ ലോഷനും ഉണ്ട്. വേറെ ഇതെന്തോ റോസാപ്പൂവിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു. നല്ല മണമാണ് കേട്ടോ. അടുക്കളയിൽ നമ്മൾ പണിയൊക്കെ ചെയ്യുമ്പോൾ മീനിൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. ഈ ലോഷൻ നല്ല മണമാണ് കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എല്ലായിടവും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയിട്ടു കേട്ടോ. നമ്മുടെ പണ്ടത്തെ അടുക്കളയാണ്. കുറേ നാളായിട്ട് ഓരോരുത്തർ മാറി മാറി യൂസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. വലിയ നമ്മൾ എത്ര നീറ്റാക്കിയിട്ടാലും വലിയ നീറ്റ്നെസ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്ത് നീറ്റാക്കി ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സിമെൻറ്റ് തറയൊക്കെ ആണെങ്കിൽ ഏകദേശം വാലിഡിറ്റിയൊക്കെ തീരാറായതാണ്. കുറേ നാളായതല്ലേ, അപ്പോൾ എല്ലാം പൊളിഞ്ഞൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിക്കാവൊക്കെ അടിച്ച് വാരി കളയുന്നുണ്ട് കേട്ടോ. അടുക്കള ഞാൻ പാത്രം കഴുകിയിട്ടാണ് സാധാരണ അടിച്ച് വാരി ഇടാറ്. നമ്മൾ പാത്രം കഴുകുമ്പോഴും എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വീഴുമല്ലോ. അതിന് ശേഷം ഞാനിപ്പോൾ അഞ്ജനക്കുട്ടിക്ക് കാപ്പി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വത്സലുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ മാവിൻ്റെ അകത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചുണ്ടാക്കില്ലേ, അതിന് ഞങ്ങളിവിടെ വത്സൻ എന്നാണ് പറയുന്നത്. ഇലയിടാന്നൊക്കെ പറയും. ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇലയിടാന്നൊക്കെ പറയും. പക്ഷെ ഞാനിപ്പോൾ ഇലയൊന്നും എനിക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് സമയമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ അഞ്ജനക്കുട്ടി ഏകദേശം വരാറായിട്ടുണ്ട്. അഞ്ജനക്കുട്ടിയുടെ സ്കൂൾ 3:30 ആകുമ്പോഴത്തേക്ക് വിടുവേ. പിന്നെ ചേട്ടായി ഇവിടെ ഉള്ളതുകൊണ്ട് ചേട്ടായിയാണ് പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ വേഗം വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പി റെഡിയാക്കണം. അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഒരു കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി കുറച്ച് ശർക്കരയൊക്കെ അതിൻ്റെ അകത്തോട്ട് തിരുമ്മിയിട്ട് കുറച്ച് ഏലക്കയും ജീരകവും കൂടെ ഒക്കെ പൊടിച്ചിട്ടു കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് മാവ് റെഡിയാക്കാം. മാവ് ഗോതമ്പൊടിയാണ് നല്ലത്. എനിക്കിവിടെ ഗോതമ്പൊടി തീർന്നു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ മൈദ ഞാൻ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് പരിപാടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടൊരു 5-6 സ്പൂൺ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അട വെച്ച് മതിയാവും. ഒത്തിരി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ടൊരു 3-4-5 സ്പൂണ് മൈദ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ ഒന്ന് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് കുഴച്ച് കൊടുക്കും. അല്ലെങ്കിൽ അടിയിലൊക്കെ മാവ് പിടിച്ചിരിക്കും, വേസ്റ്റായിപ്പോവും. അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയും കട്ട പിടിച്ചിരിക്കില്ല, നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യും കേട്ടോ. മൈദാമാവ് കുഴയ്ക്കാൻ ഭയങ്കര പാടാണ്. അതിങ്ങനെ പെട്ടെന്ന് ഗോതമ്പ് പൊടി ആയല്ല, മൈദാമാവ് ഇടയ്ക്ക് പെട്ടെന്ന് കട്ടയാവും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ. അതാകുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടുള്ള മാവായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടുമേ. പിന്നെ ഞാൻ വേഗം ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ദോശ പോലെ ചെറിയൊരു മൈദ ദോശ പോലെ, ദോശ അപ്പം എന്നൊക്കെ പറയാം, അങ്ങനെ ഒന്ന് കോരി ഒഴിച്ചിട്ട് ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒത്തിരി മധുരമായ ഇവിടെ പിള്ളേരാണെങ്കിലും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ശർക്കരയൊക്കെ ഞാൻ ചേർക്കാറുള്ളൂ. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അഞ്ജനക്കുട്ടിക്കൊന്നും മധുരം ഇഷ്ടമല്ല. ഒത്തിരി മധുരം ഇട്ട് കൊടുത്താൽ അവൾക്ക് ഇഷ്ടമാണ്, അവൾ തിന്നില്ല, അവൾക്ക് മടിയാണ്, തലയ്ക്ക് പിടിച്ചെന്നൊക്കെ പറയുന്നേക്കാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഒത്തിരി കട്ടിക്ക് പരത്തിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഫില്ലിങ്ങൊക്കെ വേഗം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നമ്മുടെ വീഡിയോയുടെ സ്പീഡൊക്കെ ഞാൻ കൂട്ടിയിട്ട് നോക്കിയിട്ടുണ്ടല്ലോ. ഏകദേശം 13 മിനിറ്റോളം എങ്ങാണ്ടുണ്ട് നമ്മുടെ വീഡിയോ. മാക്സിമം ഞാൻ നോക്കിയതാണ്. പക്ഷേ വീഡിയോ ഒന്നും എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് ആയിരിക്കും ലോങ്ങായി പോകുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണ്ടേ. എന്നാലും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. പട്ടിക്കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ പോകുന്നതും കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കുന്നതും ഒക്കെ അവൾ ഇടയ്ക്ക് വന്ന് കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. വീഡിയോ ഒന്നും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് പോയി വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായി പണിക്കാർ പോകാത്തതുകൊണ്ട് വേഗം ഒരെണ്ണം വാരി കഴിച്ചിട്ട് വേഗം ഓടി പോവുകയാണ് കേട്ടോ. അഞ്ജനക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് വന്നു
വന്ന് എന്നെ അമ്മയെ കാപ്പിക്കുക എന്ന് ചോദിച്ചിട്ട് ഓടി കൈ കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ പിന്നെ ഇച്ചിരി കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചിട്ട് അവൾ യൂണിഫോം പോലും മാറിയിട്ടില്ല കേട്ടോ, വിശന്നാണ് വരിക. അപ്പോൾ കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് അവൾ വേഗം പോയി അത് കഴിക്കാനായിട്ട്. ഞാൻ ചായയൊക്കെ എടുത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ പിന്നെ തുണി അലക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ തുണി കുറച്ച് അലക്കാനായിട്ടുണ്ട്. അഞ്ജനക്കുട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം അഞ്ജനക്കുട്ടിയുടെ യൂണിഫോം കൂടെ കഴുകിയിട്ടാലല്ലേ വേഗം നമുക്ക് നാളെ അല്ല, ഇനിയിപ്പോൾ വ്യാഴാഴ്ച അഞ്ജനക്കുട്ടിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് പോകേണ്ടതാണ്. അന്നേരത്തേക്ക് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് അലക്കിയിടണം. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് അവളുടെ യൂണിഫോമത്തിന് കുറച്ച് കട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഒരു ദിവസമൊക്കെ എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ വേഗം തുണിയൊക്കെ അലക്കിയിട്ട് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇട്ടാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞെടുക്കാറ്. ഞാൻ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വെള്ളമൊന്നും പോകില്ല. അതുകൊണ്ട് വാഷിംഗ് മെഷീനകത്ത് പിഴിഞ്ഞിട്ട് വീടിൻ്റെ അകത്താണ് കേട്ടോ നമ്മൾ തുണി വിടിച്ചിടാറ്. കിടക്കുന്ന മുറിയിൽ വിടിക്കാറില്ല, ബാക്കി ഫ്രീ ആയിട്ട് കിടക്കുന്ന മുറിയിലൊക്കെയാണ് വിടിച്ചിടാറ്. കിടക്കുന്ന മുറിയിൽ നനഞ്ഞ തുണി വിടിക്കാൻ പാടില്ല എന്നാണല്ലോ, ഈർപ്പം കൂടൂലേ. അതുകൊണ്ട് കിടക്കുന്ന മുറിയിൽ മാത്രം വിരിക്കാറില്ല. വേറെ ഒഴിഞ്ഞു കിടക്കുന്ന ഇവിടെ 2 മുറിയുണ്ട്, അവിടെയൊക്കെയാണ് വിരിച്ചിടാറ് കേട്ടോ. കാരണം മുറ്റത്ത് നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല. പിന്നെ നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അയ കെട്ടാനായിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പെരയ്ക്കകത്ത് വിരിച്ചിടുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു, പിള്ളേരും ഞാനും എല്ലാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയായി. അപ്പോൾ പിന്നെ ഞാനും അന്നേരത്തേക്ക് അഞ്ജനക്കുട്ടി കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ജനക്കുട്ടി കിടന്നുറങ്ങി. പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണും കൂടെ കൂടി ഇരുന്ന് കുരിശ് വരയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുരിശ് വരച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഞ്ജനക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു. ഞാൻ അവളെ വിളിക്കാതിരിക്കുകയായിരുന്നു. അവൾ സ്കൂളിൽ പോയിട്ട് ക്ഷീണിച്ച് വന്നാലേ, കുറേ ദിവസം കൂടി സ്കൂളിൽ പോയതുകൊണ്ട് ഇന്ന് നല്ല ക്ഷീണമായിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ അവളെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അന്നേരത്തേക്ക് അവൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ കുരിശ് വരപ്പിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര മടിയാണ് പറയാനായിട്ടൊക്കെ ഉണ്ടോ. എന്നാൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈശോയുടെ അടുത്ത്. അതുകൊണ്ട് അവൾ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് നോക്കി അവൾക്ക് അവിടെ ഇരുന്നോളും കുറച്ച് നേരമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പോകട്ടോ. ഒത്തിരി നേരം ഒന്നും ഇരിക്കില്ല. ഞങ്ങൾ എന്നിട്ട് ഇരുന്ന് കുരിശൊക്കെ വരച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അഞ്ജനക്കുട്ടി വേഗം എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അഞ്ജനക്കുട്ടി എഴുന്നേറ്റ് വന്നത്. പിന്നെ അവളും കൂടി ഇരുന്ന് ഞങ്ങൾ കുരിശൊക്കെ വരച്ചു. ഇനിയിപ്പോൾ 1-ാം തീയതി തൊട്ട് ജപമാല മാസം തുടങ്ങുകയാണ്. അന്നേരം ജപമാല ചൊല്ലണം. ഇപ്പം ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലും. അങ്ങനെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിക്കും, ഒരു പാട്ടൊക്കെ പാടും, ബൈബിളൊക്കെ വായിക്കും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കുരിശുവരെയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ജനക്കുട്ടി ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു കേട്ടോ. അഞ്ജനക്കുട്ടി ഇരുന്ന് പഠിച്ചപ്പോൾ ഞാൻ ലൈവ് ചെയ്തു. ഇന്നലെ കുറേ പേരൊക്കെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ലൈവൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് വാച്ച് ടൈമിൻ്റെ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ലൈവൊക്കെ ചെയ്യണേ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ചേട്ടായി അന്നേരത്തേക്ക് ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വന്നായിരുന്നു. പിന്നെ ചേട്ടായും പിള്ളേരെ കൂടി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. കളിച്ചു വരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടായി മാറിയിരിക്കുന്നതാണ് കാണുന്നത്. ചേട്ടായിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നാണമാണോ മടിയാണോ എന്ന് അറിയത്തില്ല. 2 പേരും കൂടെ ഊതുവരോടെ കളിക്കുമായിരുന്നു. ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടായിക്ക് മാറിയിരുന്നു. പിന്നെ പിള്ളേർ 2 പേരും കൂടെ ഇരുന്ന് കളിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.